നമ്മളെങ്ങനെ ടൂ വീലറുടെ ലോകത്താണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ടൂ വീലറുകളുടെ ലോകത്തെ അക്രമകാരി, ലിറ്റർ ക്ലാസ് ബൈക്കുകളുടെ കൂട്ടത്തിലെ ബീസ്റ്റ്, ജാപ്പനീസ് സ്പോർട്സ് ബൈക്ക് മാനുഫാക്ചറായ കാവസാക്കിയുടെ നിഞ്ച സീരീസിലെ ZX 10R. I can make a change, slowly take a step today. I will never be the same, 'cause that's what it takes. പെർഫോമൻസുകൊണ്ട് ലിറ്റർ ക്ലാസ് ബൈക്കുകളുടെ കൂട്ടത്തിൽ ഇവരൊരു അക്രമകാരിയാണെന്നുണ്ടെങ്കിലും മറ്റ് ബൈക്കുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി മൈലേജ് തരുന്ന കാര്യത്തിൽ ഇവ മുമ്പിലാണ് കേട്ടോ. 299 km/h ആണ് ഇവന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. 0 to 100 ക്ലോക്ക് ചെയ്യാൻ ഇവന് വേണ്ടത് വെറും 3 സെക്കൻഡ് മാത്രമാണ്. അത്രയ്ക്ക് ബ്രൂട്ടൽ പവർ പാക്കേജ് ആണ് കേട്ടോ ഇവന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ ഒരു ബീസ്റ്റ് പെർഫോമൻസ് കൊടുക്കുന്ന ഇവന്റെ എഞ്ചിൻ, ഇവന്റെ ഹേർഡിനെ പറ്റി പറയുമ്പോൾ ഈ വണ്ടിയിൽ വരുന്നത് ഒരു 4 സ്ട്രോക്ക് ഇൻലൈൻ 4 ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഈ എഞ്ചിന്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 13200 RPM 203 PS ആണ്. അതുപോലെ ഈ വണ്ടിയുടെ ടോർക്ക് എന്ന് പറയുന്നത് 114.9 Nm ആണ്. യെസ് മൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് 2018 മോഡൽ കാവസാക്കി നിഞ്ച ZX 10R ആണ്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതിന്റെ ഈ ഡ്യുവൽ ഹെഡ് ലാംപ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഡ്യുവൽ LED ഹെഡ് ലാംപ്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇത് വണ്ടിയുടെ ഒരു എന്താ പറയുക, ഒരു സിഗ്നേച്ചർ, ഒരു മുഖമുദ്ര എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിന്റെ ഈ ഹെഡ് ലാംപ്സ് എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ സെൻട്രൽ ആയിട്ട് തന്നെ ഒരു മൂക്ക് പോലെ ഇവിടെ റാം എയർ ഇൻടേക്ക് വരുന്നത് കാണാം. ഏകദേശം 200 km കഴിയുമ്പോഴത്തേക്കാണ് കേട്ടോ ഈ റാം എയർ ഇൻടേക്ക് ആക്റ്റീവ് ആയി തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് വണ്ടിയുടെ പെർഫോമൻസിനെ ഇത് വേറെ ലെവലിലേക്ക് എത്തിക്കും. അതുപോലെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിൻഡഡ് ആയിട്ടുള്ള ഒരു വലിയ ബബിൾ വൈസർ വരുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ രണ്ട് സൈഡിലും 2 സ്റ്റോക്ക് മിറേഴ്സ് കാണാം. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത് കാണാം. വണ്ടിയുടെ ഫ്രണ്ട് ടയറിലേക്ക് വരുമ്പോൾ പിറലിയുടെ ഡയബ്ലോ റോസോ 4 ആണ് വരുന്നത്. ടയറിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് 120/70 R17 ആണ് വരുന്നത്. റിംബോയുടെ ഡ്യുവൽ ഡിസ്ക് ആണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം USD ഫോർക്ക് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. താഴെ നോക്കുമ്പോഴത്തേക്ക് എക്സോസ്റ്റിന്റെ ആ ഒരു 4 പൈപ്പ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാഴ്ചയിൽ ഒരു മാസ് അപ്പീൽ വരുന്ന ടാങ്ക് ആണ് കേട്ടോ വണ്ടിക്ക് വരുന്നത്. ഈ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 17 ലിറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡിലിന്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡിൽ ഡാമ്പർ നമുക്ക് കാണാം. ഇതെന്ന് പറയുന്ന ഹൈ സ്പീഡിൽ നിൽക്കുന്ന സമയത്ത് വണ്ടിയുടെ വോബ്ലിങ്സിനെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രംബോയുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ആണ് വണ്ടിയിൽ വരുന്നത്. വണ്ടിയുടെ കീ ഹോൾ വരുന്നത് ഹാൻഡിലിന്റെ സെന്റർ പോർഷനിലായിട്ടാണ് കേട്ടോ. നമ്മൾ വണ്ടിയുടെ ഇഗ്നീഷൻ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ മീറ്ററിൽ നമുക്ക് ആ ഒരു RPM ട്രാക്കർ കാണാം. അതുപോലെ തന്നെ ഓഡോമീറ്ററും സ്പീഡോമീറ്ററും ഡിജിറ്റൽ ആയിട്ടാണ് വരുന്നത്. അവിടെ തന്നെ മോഡ്സ് സെലക്ട് ചെയ്യാൻ എല്ലാ ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഹാൻഡിലാണ്. ഇവിടെ നമുക്ക് മോഡ്സ് ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വാർണിംഗ് ഇൻഡിക്കേഷൻസ് കാണാം. ഫ്യൂവലിന്റെ എല്ലാം വാർണിംഗ് ഇൻഡിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ മീറ്റർ കൺസോളിൽ വരുന്നത്. വളരെ ചെറിയ കോമ്പാക്റ്റ് ആയിട്ട് വരുന്നൊരു മീറ്റർ കൺസോളാണ് കേട്ടോ വണ്ടിയിൽ. ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ എന്നാൽ കോമ്പാക്റ്റും ആണ്. വണ്ടിയുടെ ബാക്ക് ടയറിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ പോലെ തന്നെ സെയിം പിറലിയുടെ ഡയബ്ലോ റോസോ 4 ആണ് ടയർ വരുന്നത്. ടയറിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് 190/70 R17 ആണ് വരുന്നത്. ഫ്രണ്ടിൽ ബ്രംബോയുടെ ബ്രേക്ക് സിസ്റ്റം ആണ് വരുന്നതെങ്കിൽ ബാക്കിൽ നിഫിന്റെ സിംഗിൾ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ആണ് വരുന്നത്. വണ്ടിയുടെ റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ടയറിന്റെ ബൾക്കിനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതും വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. എന്താ പറയുക, അടിയിലേക്ക് കയറിയിരിക്കുന്ന പോലെയാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ മെയിൻ തിങ്, വണ്ടിയുടെ എക്സോസിന്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഓസ്റ്റിൻ റേസിംഗിന്റെ സ്ലിപ്പ് ഓൺ എക്സോസ് സിസ്റ്റം ആണ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് സൂപ്പർ ബൈക്ക് ആകുമ്പോഴത്തേക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് ഇവന്റെ എക്സോസ് നോട്ട് കേൾക്കാനായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഇവന്റെ എക്സോസ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ZX 10R ന്റെ വിശേഷങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.